നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. നൂർനാട് ആദിക്കാട്ടുകുളങ്ങരയിലാണ് സംഭവം. മുഖത്തും കാലിനും മർദ്ദനമേറ്റ് വിദ്യാർത്ഥിനിയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്റെ വാപ്പി ഇന്നലെ അവൾ എന്തോ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയിരുന്നു. അതല്ല, ഇന്നലെ എന്നെ അമ്മ MSC എൽസ-3 കപ്പൽ അപകടം. കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയില്ലെന്ന് കമ്പനി. നായയെ പിടിക്കാനെത്തിയ പുലി വീടിനുള്ളിലേക്ക് ഓടിക്കയറി. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കലഞ്ഞൂർ പൂമരുതിക്കുഴിയിലായിരുന്നു സംഭവം. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. പത്തനാപുരം പിറവന്തൂരിലാണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. നൂർനാട് ആദിക്കാട്ടുകുളങ്ങരയിലാണ് സംഭവം. മുഖത്തും കാലിനും മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നൂർനാട് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനമേറ്റത്. ആദിക്കാട്ടുകുളങ്ങര കഞ്ചുകോട് പൂവണ്ണം തടത്തിൽ അൻസറും രണ്ടാം ഭാര്യയും ചേർന്നാണ് കുട്ടിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ നൂർനാട് പോലീസ് കേസെടുത്തു. കുട്ടി സ്കൂളിലെത്തിയപ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ കണ്ട അധ്യാപകർ വിവരം ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പുറത്തുവന്നത്. എന്റെ വാപ്പി ഇന്നലെ അവൾ എന്തോ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയിരുന്നു. അതല്ല, ഇന്നലെ എന്നെ അമ്മ പറഞ്ഞില്ല, കഥ പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നൊക്കെ സൗണ്ട് കേട്ട് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞില്ലായിരുന്നോ. അപ്പം ഞാൻ കഥ തുറന്നപ്പോൾ എന്നെ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയി. പിന്നെ വാപ്പ എടുത്ത് കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ചെള്ള എൻ്റെ 2 അടി തന്നു, ഈ ചെള്ള 1 അടിയും തന്നു. 3 അടി അടിച്ചോ? രണ്ടാനമ്മയും പിതാവും ചേർന്ന് മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി അധ്യാപകരോട് പറഞ്ഞു. തുടർന്ന് അധ്യാപകർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടി. നോട്ട്ബുക്കിൽ എഴുതിയ അനുഭവക്കുറിപ്പിൽ വേദന നിറഞ്ഞ കാര്യങ്ങളാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. രണ്ടാനമ്മ ചെറിയ കാര്യത്തിനു പോലും കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അനിയനുമായി വഴക്കിട്ടപ്പോൾ അമ്മ വായയുടെ ഭാഗത്ത് അടിച്ചു. വാപ്പിയും ഉമ്മിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. വീട് വെച്ചിട്ട് 2 മാസം മാത്രമേ ആയുള്ളൂ. അപ്പോഴേക്കും എന്നെ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ് എന്നെല്ലാമാണ് കുട്ടി എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ മൊഴി നൂർനാട് പോലീസ് രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടിയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. പിറവന്തൂർ പഞ്ചായത്ത് മക്കാമൈൻ കാക്കപ്പൊന്ന് പാമ്പാടിയിൽ വീട്ടിൽ ഗോപിനാഥിന്റെ കൃഷിയിടമാണ് ആന നശിപ്പിച്ചത്. 97ഓളം അടയ്ക്കാമരങ്ങൾ, തെങ്ങുകൾ, വാഴത്തൈകൾ എന്നിവയാണ് നശിപ്പിച്ചത്. നുള്ളിപ്പറിച്ച് ജീവിക്കാനുള്ളതാണിത്. തകർന്നു. ഇനിയിപ്പോൾ ഉള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുന്ന് കളഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസമാണ് ആനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചത്. 97ഓളം അടയ്ക്കാമരങ്ങൾ, തെങ്ങുകൾ, വാഴത്തൈകൾ എന്നിവയാണ് നശിപ്പിച്ചത്. ആനശല്യം കാരണം വൻ സാമ്പത്തിക നഷ്ടത്തിലായിരിക്കുകയാണ് ഇതോടെ ഗോപിനാഥനും കുടുംബവും. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ഇറങ്ങി ഈ അയ്യം മുഴുവൻ, നിങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ കണ്ടത് മുഴുവൻ, ഇത് മാത്രമല്ല ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇതിനകത്ത് 97 മൂട് കമുക്, 6-7 മൂട് തെങ്ങ്, ഒരു 10, 50, 60 മൂട് വാഴ, ഇത് മൊത്തം നശിപ്പിച്ച് എൻ്റെ ജീവിതം, ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കിപ്പോൾ വയസ്സ് 75 ജീവിതത്തിലൊക്കെ ഞങ്ങൾ തൊരിപ്പിച്ച് കൂട്ടി ഉണ്ടാക്കി വെച്ചിരുന്നതായി ഇത്. കമുകൊക്കെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഞങ്ങളുടെ ജീവിതമാണ്. അത് മുഴുവൻ തകർന്നു. നിങ്ങൾക്ക് കാണാവുന്നത് മുഴുവൻ. അതിനകത്ത് ഇനിയും ആകെ 8-10 മൂട് അതേ ഉള്ളൂ, ബാക്കി മുഴുവൻ പോയി. ആനകൾ കൂട്ടത്തോടെ ഇറങ്ങിയാണ് ജനവാസ മേഖലയിൽ കൃഷിനാശം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രദേശത്തുള്ള കർഷകരും കുടുംബങ്ങളും ഇതോടെ ഭീതിയിലാണ്. ഈ പ്രദേശങ്ങളിൽ നിരന്തരമായി ആനകൾ ഇറങ്ങാറുണ്ടെന്നും കൃഷി നശിപ്പിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു.
6 ആന 7 ആനയാവും. പിന്നെ 1, 2, 3 എണ്ണം അല്ലാതെ ചില്ലറയായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു നേർവഴിയാണ് ഈ കാണുന്നത്. ഇതിലേക്കൂടെ വന്ന് ദൈനംദിനം ഇപ്പം 2 ദിവസം കൊണ്ടേ ഉള്ളൂ കനത്ത ശല്യമില്ലാത്ത. ബാക്കി എല്ലാ ദിവസവും ആനയുടെ കർശന നടപടിയാണ്. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അധികൃതരെ അറിയിച്ചിട്ടും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് കർഷകരുടെയും പ്രദേശവാസികളുടെയും പരാതി. ഇത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ അവിടെ ആൾ വരും, അവർ പേരിട്ടും അങ്ങോട്ട് കുറച്ച് ദൂരം മാറി നിൽക്കും, അവരങ്ങ് പോവും. അവരിപ്പോൾ അതിൻ്റെ പുറകെ നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ കൃത്യമായി നമ്മൾ വിളിച്ചാൽ ഉടനെ എത്തുന്നുണ്ട്, അവരുടെ ആ ഒരു സഹായം. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. ഫലപ്രദമായ രീതിയിൽ ട്രെഞ്ചുകൾ നിർമ്മിച്ച് ആനകളെ തുരത്താനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ പ്രദേശത്ത് ഈ ആനയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ ട്രെഞ്ച് കുഴിച്ചതോടെ ആനയ്ക്ക് കടന്നു പോകാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 10-15 ആനയെ കൂടുതൽ നിൽക്കുകയാണ്. അത് ദൈനംദിനം മിനിഞ്ഞാന്നും ഈ അപ്പുറത്ത് വന്നാല. അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ട്രെഞ്ച് ഒരു ഭംഗിയായി തീർത്ത് വെച്ചിട്ട് ഈ ആന ഇവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആളുകളെയും കൂട്ടി വളരെ കൃത്യമായി ഇവിടുന്ന് കടത്തി വിട്ടില്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക്. ഗോപിനാഥൻ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലെ നിരവധി കർഷകരുടെയും അവസ്ഥ ഇതാണ്. കൃഷിസ്ഥലങ്ങൾ ഇപ്പോൾ ആനകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വാഹനയാത്രികരെ ആക്രമിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതെ, ഈ വലിയ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ ഈ റോഡിൽ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഭയങ്കരമായ ശല്യമായിരുന്നു. റോഡിൽ വന്ന ബൈക്കിൽ വന്ന ചാങ്ങപ്പാറയുള്ള പിള്ളേർ അവർ മറിഞ്ഞടിച്ച് വീണ് ആന ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് കൊല്ലാതിരുന്നതാണ്. കൊല്ലുന്ന ആനകളുണ്ട് ഇതിനകത്ത്. കൂടെ പറ്റി നമ്മൾ ലൈറ്റ് അടിച്ചാൽ നമ്മൾ കൂടെ കയറി വരും. ഇപ്പോൾ ഇവിടെ ആന നിന്നാൽ നമ്മൾ മേളിൽ നിന്ന് ലൈറ്റ് അടിച്ചാൽ ആന അങ്ങോട്ടും കയറി വരും. അങ്ങനെ കയറി വരുന്ന ആന അത്ര ഭീകരമായ ശല്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വീട്ടിൽ സമാന്തര ബാർ നടത്തിയ ആൾ അറസ്റ്റിൽ. ശൂരനാട് സ്വദേശി പ്രദീപാണ് അറസ്റ്റിലായത്. ശാസ്താംകോട്ട എക്സൈസ് ആണ് ഇയാളെ പിടികൂടിയത്. വീടിനുള്ളിൽ സമാന്തര ബാർ നടത്തി വന്നയാളാണ് അറസ്റ്റിലായത്. ശൂരനാട് വടക്ക് കളീക്ക ജംഗ്ഷനിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശാസ്താംകോട്ട എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. ആവശ്യക്കാർക്ക് നൽകാനായി ചെറിയ കുപ്പിയിലാക്കി വെച്ച വിദേശ മദ്യവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ശാസ്താംകോട്ട എക്സൈസ് SI അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കുറച്ച് നാളായി വിവരമുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ അന്വേഷണങ്ങൾ നടന്നു വരികയായിരുന്നു. അതിൻ്റെ പോലെ സ്ഥിരം പൊതുജനങ്ങളിൽ നിന്നും മറ്റുള്ള പരാതി ലഭിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ വീട്ടുടമസ്ഥനായ ചാടിക്കിളി പ്രദീപ്, അദ്ദേഹത്തിൻ്റെ പേരിൽ നിരന്തരം പരാതികളുള്ളതാണ്. പലപ്പോഴും ഇവരുടെ വക്രബുദ്ധി കൊണ്ട് നമുക്ക് തെളിവ് സഹിതം തുണ്ടിയുമായിട്ട് പലപ്പോഴും പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നടത്തിയ പ്രഭാതത്തിൽ തന്നെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഒരു സമാന്തരമായി പ്രവർത്തിച്ചു വരുന്ന ബാർ കണ്ടെത്തിയത്. ഓണത്തിനോടനുബന്ധിച്ച് മാത്രമല്ല, ഇത് അല്ലാതെയും ഇവർ നിരന്തരമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവർ വാതിലൊക്കെ കൊട്ടിയടച്ചുകൊണ്ട് നമ്മൾ ബൈ ചാൻസ് കാണുകയാണെങ്കിൽ പിന്നെ മദ്യമൊക്കെ ചരിച്ച് കളഞ്ഞുകൊണ്ട് ഇവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഉണ്ടാവാറ്. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തൊണ്ടി സഹിതമായിട്ട് പലപ്പോഴും നമുക്ക് പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും 2-3 കുപ്പികൾ പിന്നെ ഇവർ പിന്നെ വാഷ് ബേസിനിൽ ഒഴുക്കിക്കളഞ്ഞു. പക്ഷേ പിന്നെ എല്ലാ കുപ്പിയും ഒഴുക്കിക്കളയുന്നതിന് മുമ്പ് പിടികൂടിയത് കൊണ്ടാണ് ഈ കേസിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ജംഗ്ഷനുകളിലെ സ്റ്റോപ്പുകൾ ബഹിഷ്കരിക്കും. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ഓഗസ്റ്റ് 1 മുതലാണ് ബസ്സുകളുടെ സ്റ്റോപ്പ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മാത്രം നിർത്താനുള്ള തീരുമാനം നിലവിൽ വന്നത്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ഇത് കർശനമായി നടപ്പാക്കുകയും ചെയ്തിരുന്നു. ഭരണിക്കാവിലെ ട്രാഫിക് പരിഷ്കരണ ശ്രമങ്ങൾക്കാണ് തിരിച്ചടിയായിരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ ജംഗ്ഷനുകളിലെ സ്റ്റോപ്പുകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. 100% പെരയടയ്ക്കേണ്ടി വരുന്നതും ദുരനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും സ്വകാര്യ ബസ്സുകളായതുകൊണ്ട് ഞങ്ങൾ ഈ ഭരണിക്കാവിലെ സ്റ്റോപ്പ് കഴിച്ച് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഏകകണ്ഠമായി ഇവിടെ കൂടി തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനമായിട്ട് ഉള്ള നാളെ മുതൽ ആ തീരുമാനങ്ങൾ തന്നെ പുനഃസ്ഥാപിച്ച് മുമ്പോട്ട് പോകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. ഓഗസ്റ്റ് 1 മുതലാണ് ബസ് സ്റ്റോപ്പ് ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മാത്രം നിർത്താനുള്ള തീരുമാനം നിലവിൽ വന്നത്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവ ഇത് കർശനമായി നടപ്പാക്കുകയും ചെയ്തു. ഇതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ തിരക്കിന് ഒരു പരിധിവരെ പരിഹാരമായി. അവിടെ പങ്കെടുത്തില്ലെങ്കിൽ തന്നെയും ഇവിടെ കൂടിയ തീരുമാനം ബസ് സ്റ്റാൻഡ് വർക്ക് ചെയ്യണമെന്നുള്ളതായതുകൊണ്ട് അത് ഞങ്ങൾ ആവശ്യപ്പെട്ട സംഭവമായതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് 100% പിന്നെ സഹകരിച്ച് ബസ് സ്റ്റാൻഡ് നല്ല പൂർണ്ണമായി വിജയത്തിലെത്തിച്ചു. യാത്രക്കാർക്കും ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്കും അതുപോലെ ഇല്ലാതായി.
മൊത്തം 100% ഭംഗിയായി കാര്യങ്ങൾ നടന്നു വരുമ്പോഴാണ്. എന്നാൽ ഭരണിക്കാവിലെ വ്യാപാരികളുടെ എതിർപ്പിനെ തുടർന്ന് MLA യോഗം വിളിച്ച് മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവയുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ട്രാഫിക് പരിഷ്കരണം പിൻവലിക്കുകയായിരുന്നു എന്ന് ബസ് ഉടമകൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായികളോ മറ്റാരോ MLAയും പഞ്ചായത്തിനെ സമീപിച്ച് വീണ്ടും ഒരു കമ്മിറ്റി കൂടി ഒരു ചർച്ച ചെയ്ത് ഭരണിക്കാവിൽ വീണ്ടും ബസ് സ്റ്റോപ്പ് സ്ഥാപിക്കാനുള്ള ഒരു പുനർതീരുമാനം എടുത്തതായിട്ട് ഞങ്ങൾക്കറിയാൻ കഴിയും. ബുധനാഴ്ച മുതൽ ജംഗ്ഷനിൽ എല്ലാ ബസ്സുകളും നിർത്താനായിരുന്നു തീരുമാനം. ഇതേ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ യോഗം ചേർന്ന് സ്റ്റാൻഡിൽ മാത്രം ബസ് നിർത്തിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇനി ജംഗ്ഷനിൽ KSRTCക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉണ്ടാവുക. ജനവികാരം നോക്കാതെ ഒരു വിഭാഗത്തിനായി ഭരണിക്കാവ് ജംഗ്ഷന്റെ വികസനം അട്ടിമറിച്ച MLAയുടെ നടപടിക്ക് കനത്ത തിരിച്ചടിയാണ് ഈ തീരുമാനമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ ഈ പുനർതീരുമാനത്തോട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. കാരണം സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് അനുഭവിച്ചു വരുന്ന ദുരിതങ്ങൾ, അതായത് ഭരണിക്കാവിൽ ഗതാഗതക്കുരുക്കിൻ്റെ പേര് പറഞ്ഞിട്ട് സ്വകാര്യ ബസ്സുകളുടെ നേരിൽ ഓൺലൈൻ ഉൾപ്പെടെയുള്ള പിഴകൾ അടപ്പിക്കുക. ബസ് ബേയ്ക്ക് മാറ്റിവെക്കുന്ന ബസ് ബേയിൽ സ്വകാര്യ വാഹനങ്ങൾ, കച്ചവടക്കാർ സ്ഥാപനങ്ങളിൽ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ആ പാർക്ക് ചെയ്യുന്നത് മൂലം ബസ് ബേയിൽ വണ്ടി നിർത്താനൊക്കാതെ വരികയും ബസ് ബേയിൽ സൗകര്യം ഉള്ളിടത്ത് നിർത്തുമ്പോൾ പുറകിൽ വരുന്ന വാഹനങ്ങൾ വഴി ബ്ലോക്ക് ആവുമ്പോൾ പിഴ ഈടാക്കുന്നത് സ്വകാര്യ ബസ്സുകളിൽ നിന്ന് മാത്രമാണ്. യോഗത്തിൽ സെക്രട്ടറി അഷ്റഫ് സഫ, കാരൂർ സലീം, കുമ്പളത്ത് രാജേന്ദ്രൻ, ഷിഹാബ് ലുലു, സത്താർ SS, അൻവർ സുൽത്താൻ, ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു. എന്നാൽ ഈ ആഗസ്റ്റ് 1 മുതൽ വളരെ ഇച്ഛാശക്തിയോടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം മൂലം RTO ആയാലും DYSP ആയാലും അതുകൊണ്ട് നല്ല വിജയകരമായി ഭരണിക്കാവിലെ ഗതാഗതക്കുരുക്ക് അഴിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ തകിടം മറിക്കാനായി ചില തൽപര കക്ഷികൾ നിൽക്കുകയും വീണ്ടും അതിനകത്ത് ചെറിയ വ്യതിചലനങ്ങളുണ്ടായി. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. MSC എൽസ 3 കപ്പൽ അപകടം. കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയില്ലെന്ന് സത്യവാങ്മൂലത്തിൽ കമ്പനി വ്യക്തമാക്കി. തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പൽ അപകടത്തിലാണ് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി വ്യക്തമാക്കി. 9,531 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. എന്നാൽ ₹1 പോലും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെയെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു കമ്പനി നഷ്ടപരിഹാര തുക നൽകില്ല എന്ന് സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. MSC എൽസ 3 കപ്പലപകടം കാരണം സമുദ്ര പരിസ്ഥിതിക്ക് നാശമുണ്ടായിട്ടില്ലെന്നും കേരളം സമർപ്പിച്ചത് അതിശയോക്തി കലർത്തിയ കണക്കാണെന്നും കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ വാദിച്ചു. കപ്പൽ അപകടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമാണ് അടിഞ്ഞതെന്നും അത് കമ്പനി തന്നെ നീക്കം ചെയ്തെന്നും മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി കോടതിയോട് വ്യക്തമാക്കി. 87 പേജുകളുള്ള സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളെയും കപ്പൽ കമ്പനി തള്ളുകയായിരുന്നു. കപ്പൽ അപകടം നടന്നത് രാജ്യ അതിർത്തിക്ക് പുറത്താണ്. കപ്പലിൽ നിന്ന് ഇന്ധനച്ചോർച്ച ഉണ്ടായിട്ടില്ല. കടലിൽ ഇന്ധനം കലർന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇന്ധനച്ചോർച്ച മൂലമുള്ള പരിസ്ഥിതിയാഘാതം ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും കേന്ദ്ര സർക്കാരിനാണ് അവകാശമെന്നും മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധന നഷ്ടം സംസ്ഥാനത്തിന് ആവശ്യപ്പെടാനാവില്ലെന്നും മത്സ്യബന്ധന നിരോധനത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും കമ്പനി പറഞ്ഞു. മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും സത്യവാങ്മൂലത്തിൽ മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി വിശദീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അഷ്ടമുടിക്കായൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തി. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് കായലിൽ നിന്നും മാലിന്യം ശേഖരിച്ചത്. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് അഷ്ടമുടിക്കായൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. ഒരു ബോട്ടും 2 വള്ളങ്ങളും ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പങ്കാളികളായി. കോയിവിള കല്ലുമൂട്ടിൽ കടവിൽ നടത്തിയ ശുചീകരണ യജ്ഞം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് നാത്തേത്ത് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കോയിവിള 12ാം വാർഡ് മെമ്പർ ശ്രീ അജിത സാജൻ, നമ്മുടെ തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡിലെയും ഹരിതകർമ്മസേനാംഗങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്ന കൺസോർഷ്യത്തിന്റെ പ്രസിഡന്റ് ഷേർലി, സെക്രട്ടറി ശ്രീമതി അജിത ഉൾപ്പെടെയുള്ളവരെ നമ്മുടെ അഷ്ടമുടി കായൽ തീരം പങ്കിടുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ നേതൃത്വത്തിൽ അഷ്ടമുടി മെഗാ ഡ്രൈവ് എന്ന പേരിൽ അഷ്ടമുടി കായലിൻ്റെ
കായലിലും പരിസരങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ പൊതുജനങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കായലിൽ കിടക്കുന്ന ഈ പറയുന്ന തൊഴിലാളികളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശുദ്ധജല സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർഡംഗം അജിത സാജൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ പി ഫിലിപ്പ്, ഐ അനസ്, ഉദ്യോഗസ്ഥരായ ജിനേഷ്, നിഷ, സ്മിത, സബീന, വിനായക്, ഷിബു, കൺസോർഷ്യം ഭാരവാഹികളായ ഷേർലി, അജിത എന്നിവർ നേതൃത്വം നൽകി. അഷ്ടമുടിക്കായലിൽ നിന്നും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ച് MCF-ലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, ചവറ. പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും നൈപുണ്യ വികസനത്തിനും കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുകയാണെന്ന് മന്ത്രി OR കേളു. പട്ടികവർഗ വികസന വകുപ്പും ചവറ IIICയും നടപ്പാക്കിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗ വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൂടുതൽ ഉയർത്താനും സമഗ്ര പുരോഗതിയും മുന്നിൽ കണ്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ നൈപുണ്യവും വിദേശ ഭാഷകളിൽ പ്രാവീണ്യവും ഉറപ്പാക്കാനുള്ള പദ്ധതികളും നടപ്പാക്കുന്നു. പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനവും നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. MBBS പഠനത്തിന് 37 ലക്ഷം രൂപ വരെ അനുവദിക്കുന്നു. പ്രത്യേക നിയമനത്തിലൂടെ വനം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും പട്ടികവർഗ വിഭാഗത്തിലെ യുവതയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. പട്ടികവർഗ വികസന വകുപ്പും ചവറ IIICയും നടപ്പാക്കിയ തൊഴിൽ പരിശീലന കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി OR കേളു. പൂർത്തിയാക്കിയിട്ടുള്ള കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ പരിശോധിച്ച് പോകേണ്ട കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. ഈ ഗവൺമെൻറ് 9 വർഷം പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് കടന്നു. ആ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ SC/ST വിഭാഗത്തെ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നോക്കിക്കാണുന്നത് എന്നുകൂടി പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പരിശോധിച്ച് പോകണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ കുട്ടികളെ അയച്ച് അവിടെ പഠിച്ച് അവിടെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുക, നിരന്തരമായിട്ട് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഈ വിഭാഗത്തിൽ നിന്ന് കുറെ IAS ഉദ്യോഗസ്ഥന്മാരുണ്ടാവണം. അതുപോലെ മറ്റൊരു പേഴ്സണൽ റിക്വയർമെന്റ് ആണ് 175 പേരെ നമ്മൾ പോലീസിലേക്ക് നേരിട്ടെടുത്തു. പട്ടികവർഗ വികസന വകുപ്പിന്റെ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ 118 വിദ്യാർത്ഥികൾക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 5 കോഴ്സുകളിൽ പരിശീലനം നൽകുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ 97 പേർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് മന്ത്രി നിർവഹിച്ചത്. 21 പേരുടെ പരിശീലനം തുടരുന്നു. ഇതിനായി വകുപ്പ് 1,39,27,600 രൂപയാണ് അനുവദിച്ചത്. അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ലെവൽ 3, എക്സ്കവേറ്റർ ഓപ്പറേഷൻ ലെവൽ 4, പ്ലംബർ ജനറൽ ലെവൽ 4, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ GIS, കൺസ്ട്രക്ഷൻ ലബോറട്ടറി ആൻഡ് ഫീൽഡ് ടെക്നീഷ്യൻ ലെവൽ 4 എന്നിവയാണ് കോഴ്സുകൾ. നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജീവൻ അധ്യക്ഷത വഹിച്ചു. IIIC ഡയറക്ടർ ഡോക്ടർ B. സുനിൽകുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ K. രാഘവൻ, പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ P. ശശികുമാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. MDMA കേസിലെ പ്രതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭാര്യയ്ക്കൊപ്പം രക്ഷപ്പെട്ടു. പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്കൂട്ടറിൽ കാത്തുനിന്ന ഭാര്യയ്ക്കൊപ്പമാണ് പ്രതി അജി മൻസൂർ അലി രക്ഷപ്പെട്ടത്. കൊല്ലം കിളികൊല്ലൂർ സ്റ്റേഷനിലാണ് സിനിമയെ വെല്ലുന്ന രംഗങ്ങൾ നടന്നത്. നിരവധി കേസുകളിലെ പ്രതിയും ലഹരി വിൽപ്പനക്കാരനുമായ മൻസൂറിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് ഭാര്യ ബിൻസിക്കൊപ്പം പ്രതി കടന്നുകളഞ്ഞത്. രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും മൻസൂറിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. കിളികൊള്ളൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. സംഭവ സമയത്ത് സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിക്ക് പോലും പോലീസുകാർ ഉണ്ടായിരുന്നില്ല. മൻസൂറിന്റെ ഭാര്യയും MDMA കേസ് പ്രതിയാണ്. കൊല്ലം നഗരത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ദമ്പതികളെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിൽ ചാണ്ടിയുമ്മൻ MLA സന്ദർശനം നടത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ MLA കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചാണ് മടങ്ങിയത്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ വീട്ടിലാണ് ചാണ്ടിയുമ്മൻ MLA സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചാണ്ടിയുമ്മൻ മിഥുന്റെ വീട്ടിലെത്തിയത്. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ചാണ്ടിയുമ്മൻ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് മടങ്ങിയത്. UDF കോൺഗ്രസ് നേതാക്കൾ ചാണ്ടിയുമ്മൻ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. താമരക്കുളം ചത്തേറ പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. 2022 പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ദേശീയപാത 66നെയും കൊല്ലം തേനി ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ചത്തേറ പാലം. ഉദ്ഘാടനം നടത്തുന്നതിന് മുൻപ് പാലം തുറന്നു കൊടുക്കുകയായിരുന്നു. സമീപത്തെ 2 സ്കൂളുകളിലേക്കും പ്രാഥമിക കേന്ദ്രത്തിലേക്കും പോകുന്ന പ്രധാന റോഡിലാണ് പാലം പണി നടക്കുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലെ പാർശ്വഭിത്തികൾ നിർമ്മിക്കാതെ കയർ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇരുഭാഗങ്ങളിലെ റോഡിന്റെ ടാറിംഗ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. ഇതിന്റെ പണി തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ കാണുന്നത് 1-2 തൊഴിലാളികളെ വിട്ട് ആ കോൺട്രാക്ടർ ഈ തരത്തിൽ പണി ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇപ്പോഴും ഇതിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, കുറച്ച് മെറ്റിലൊക്കെ ഇട്ടിരിക്കുന്നു. ഇത് പണി പൂർത്തീകരിക്കാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പാർശ്വഭിത്തികൾ വളരെ ആഴത്തിലുള്ള വലിയ പുഞ്ച നിലങ്ങളാണുള്ളത്. വലിയ ആഴത്തിലുള്ളതാണ് ഇവിടേക്ക്. ആ വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് വെറും വള്ളിയാണ്. വള്ളി കൊണ്ടുള്ള വേലിയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രില്ലിടാതെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു. അത് വലിയ അപകട ഭീഷണിയാണുള്ളത്. ഇത് ഇപ്പം തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടി വന്നിരിക്കുന്നത് ഒരു തൊഴിലാളിയാണ്. ദിവസങ്ങളായിട്ട് ഒരു തൊഴിലാളിയാണ് വന്ന് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിവസം വന്ന് 2-3 തൊഴിലാളികളെ വിട്ടിരുന്നെങ്കിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാമായിരുന്നത്. റോഡിന്റെ നിർമ്മാണത്തിനായി 1-2 തൊഴിലാളികളാണ് എത്തുന്നത്. പാലത്തിന്റെ പണി നീട്ടിക്കൊണ്ടുപോകുന്നത് യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇരു സൈഡും ഇതുവരെ ടാറിങ് നടത്തുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇത് യാത്രക്കാർക്ക് വളരെയേറെ ദുഷ്കരമാണ്. അടുത്ത വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏറ്റെടുത്തിരിക്കുന്നവർ ഒരാൾ അല്ലെങ്കിൽ 2 പേര് വീതമാണ് ദിവസം അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോലി നടക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടി നല്ലതല്ല. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പട്ടിയെ പിടിക്കാനായി എത്തിയ പുലി വീടിനുള്ളിലേക്ക് ഓടിക്കയറി. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കലഞ്ഞൂർ സ്വദേശി സതീഷിന്റെ വീടിനുള്ളിലേക്കാണ് പുലി ഓടിക്കയറിയത്. സതീഷിന്റെ ഭാര്യയും 3 വയസ്സുള്ള കുട്ടിയും മുറിയിൽ കയറി കതകടച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇവിടെ പലയിടത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട് വനസംരക്ഷണത്തിൽ അങ്ങനെ ഇല്ല, ഇങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്രയും ഭാഗം ഞങ്ങൾ സംരക്ഷിച്ചേ പറ്റും. പുലിക്കൂട് സംഭവം ഇവിടെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഇന്നലെ തന്നെ അവർ രാത്രി വന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾ നാളെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ഇവിടെ സ്ഥലമൊക്കെ തെളിച്ചിട്ട് കൊടുത്തു. അവരിന്നൊരു 1:30 അവരുടെ കൊടുന്ന് പുലിക്കൂട് സ്ഥാപിക്കുകയും ചെയ്തു. കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ നിരപ്പേൽ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സതീഷിന്റെ വീടിനുള്ളിലേക്കാണ് പുലി ഓടിക്കയറിയത്. കാട്ടാനയെ പേടിച്ച് വർഷങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ് ഇവരുടേത്. വനത്തോട് ചേർന്ന ഒറ്റപ്പെട്ട പ്രദേശമാണിത്. വനാതിർത്തിയോട് ചേർന്ന് 6 വീടുകളാണ് ഇവിടെ ഉള്ളത്. വനത്തോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിനടുത്താണ് സതീഷിന്റെ വീട്. രാത്രിയിൽ പുലി ഇറങ്ങി ആടിനെ പിടിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. പകൽ 3 മണിക്കും 3:15-നും 3:30-ക്കും ഇടയ്ക്ക് ഒരു പുലി വന്ന് ചാടി വീട്ടിൽ കയറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാത്രി പോലും സുരക്ഷിതയില്ലാത്ത ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു. 1. 2 കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊടിക്കുഞ്ഞുങ്ങൾ. കാരണം ഇന്നലത്തെ ആ സംഭവത്തിൽ അതിന് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഒന്ന് അംഗൻവാടി പഠിക്കുന്നൊരു കുഞ്ഞും, ഒന്ന് അതിനേക്കാളും ചെറുത്. ഈ അംഗൻവാടി പഠിക്കുന്ന കുഞ്ഞിനെ പോയി 3:30-ക്ക് വിളിക്കാൻ 2:45 കഴിയുമ്പോൾ വിളിക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഗതി അവിടെ എത്തുന്നത്. നേരെ മറിച്ച് ആ ഒരു പൊടിക്കുഞ്ഞും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ ആ കുഞ്ഞിൻ്റെ അമ്മായിമ്മ എന്ന് പറയുന്ന ഈ മരുമോടെ അമ്മായിമ്മ എന്ന് പറയുന്ന ആ ആളും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നലെ തീരെ കുറച്ച് ആൾക്കാർ ഉണ്ടായതുകൊണ്ടാണ് അത്രയും സംഭവിച്ചത്. അവിടെ കൂടുതലുണ്ടായിരുന്നെങ്കിൽ ആ പെണ്ണിനെ ആരെയും സംരക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ ഈ പുലി തകർത്ത് ഭാര്യനെ. വീടിന് പുറത്തു നിന്ന് നായയെ പിടിക്കാനായി പുലി ഓടിയെത്തിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് നായ വീടിനകത്തേക്ക് കയറി. ഈ സമയം സതീഷിന്റെ ഭാര്യയും 3 വയസ്സുള്ള കുട്ടിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലേക്ക് ഓടിക്കയറിയ നായ സതീഷിന്റെ ഭാര്യയ്ക്ക് ചുറ്റുമായി നിന്നു.
ഈ സമയം സതീഷിന്റെ ഭാര്യ പട്ടിയെയും 3 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് മുറിക്കുള്ളിൽ കയറി കതകടച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒരു പുലി വന്നു അടുത്ത വീട്ടിലെ ഒരാടിനെ കഴിഞ്ഞ 25-ാം തീയതി പിടിക്കുന്നു. പിന്നെ ഈ ആഴ്ച ഇന്നലെ 3 മണിയായപ്പോൾ പട്ടിയെ പകൽ 3 മണിക്ക് പട്ടിയെ ചാടിച്ചു കൊണ്ടുവന്ന് അടുക്കളയെ കയറ്റി. ആ പട്ടി ആ ഒരു 2 പൊടിക്കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് ഇണങ്ങി ചേർന്ന ഒരു പട്ടി. ആ പട്ടി എപ്പോഴും ഇങ്ങനെ പിള്ളേരുമായിട്ട് പട്ടി ചാടിച്ച് ഓടി വന്ന പട്ടി ഈ കൊച്ചിനെ കെട്ടിപ്പിടിക്കുമായിരുന്നു. പിന്നെ വേറെ അടുക്കളയിൽ വന്ന് പട്ടിയെയും ആ കുഞ്ഞിനെയും കൂടെ നീക്കി മുറിക്കാത്ത രീതി കഥവടച്ച് കിടന്ന് വെള്ളം വെക്കും. ഭയങ്കര സൗണ്ടായിരുന്നു പട്ടി. ഇത് മുറുമുറുപ്പ് പുലി. ആ പുലിയുടെ മുറുമുറുപ്പ് കേട്ടാണ് ഈ കൊച്ചിത്ര പേടിക്കാൻ കാരണം. പുലിയുടെ ആക്രമണത്തിൽ പ്രദേശവാസികളും ഭയന്നിരിക്കുകയാണ്. സതീഷും ഭാര്യയും 2 കുട്ടികളും സതീഷിന്റെ അമ്മയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും വനത്തോട് ചേർന്ന് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തീരദേശപാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യം. രാവിലെ 6-ന് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്കു ഭാഗത്തേക്ക് നേത്രാവതി എക്സ്പ്രസ് മാത്രമാണുള്ളത്. ഇതാകട്ടെ ഉച്ചയ്ക്ക് ശേഷമാണ്. ഈ സാഹചര്യത്തിലാണ് പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. തീരദേശപാതയിൽ പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. രാവിലെ 6-ന് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്കോട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണുള്ളത്. രാവിലെ 7:50-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ മെമു ആലപ്പുഴ വരെ മാത്രമാണുള്ളത്. ഈ ട്രെയിൻ കായംകുളത്തേക്ക് നീട്ടണമെന്ന ആവശ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഇത് യാത്രക്കാർക്ക് ഏറെ സഹായകരമാകുമെന്ന് സൗഹൃദം കൂട്ടായ്മ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദ് പറഞ്ഞു. തീരദേശ പാതയിൽ സർവീസുകൾ, പാസഞ്ചർ സർവീസുകൾ ദീർഘിപ്പിക്കണമെന്നുള്ള ആവശ്യത്തിന് ഏതാണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്നുവരെക്കും പല ഉന്നത സമിതികളെയും സമീപിച്ചിട്ടും ജനപ്രതിനിധികളെ സമീപിച്ചിട്ടും ഇക്കാര്യത്തിൽ നീട്ടാമെന്ന് പറയുന്നതല്ലാതെ ഒരു അടിയന്തര നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ആലപ്പുഴ തീരദേശ പാത വഴി പോകുന്ന വണ്ടികൾ ആകപ്പാടെ പാസഞ്ചർ വണ്ടി പോകുന്നത് ആലപ്പുഴ വഴിയാണ്, ആലപ്പുഴ വരെയാണ്. ആലപ്പുഴ കഴിഞ്ഞ് ആ വണ്ടി കായംകുളത്തേക്ക് നീട്ടണമെന്നുള്ളൊരു ശക്തമായ ആവശ്യം യാത്രക്കാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെക്കും ആ ആവശ്യം നിറവേറ്റിയിട്ടില്ല. അതുപോലെ തന്നെയാണ് എറണാകുളത്ത് രാത്രി എത്തുന്ന കണ്ണൂർ ഇൻ്റർസിറ്റി. അത് സൗകര്യപ്രദമായ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആലപ്പുഴ വരെ നീട്ടിയാൽ ഒട്ടനവധി ഉപകാരം ഈ ഗവൺമെൻറ് മേഖലയിലും തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന ഒരുപാട് യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സർവീസ് നീട്ടണമെന്നും വളരെ കാലമായി ആവശ്യപ്പെടുകയാണ്. രാത്രി 8:50-ന് എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന കണ്ണൂർ ഇന്റർസിറ്റി ആലപ്പുഴയ്ക്ക് നീട്ടുകയും പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടണമെന്ന ആവശ്യങ്ങൾക്കും ഏറെ പഴക്കമുണ്ട്. ഇന്റർസിറ്റി വരുന്നതിന് മുമ്പ് എറണാകുളം കൊല്ലം മെമു പുറപ്പെടുന്നത് മൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ സമയക്രമം നടത്താൻ ആവശ്യമായ നടപടി റെയിൽവേ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഇന്നുവരെക്കും ഒരു ഫലപ്രാപ്തി എത്തിയിട്ടില്ല. രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ അത് ആലപ്പുഴയിൽ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആ ട്രെയിൻ തിരിക്കാതെ തന്നെ കൊല്ലത്തേക്ക് പോകുന്നത് വൈകുന്നേരമാണ്. ആ ടൈം കൊണ്ട് ഇത് കായംകുളം വരെ സർവീസ് നടത്തി തിരിച്ചു വരാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നിരിക്കെ ഈ ട്രെയിൻ ആലപ്പുഴ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് വളരെ ലാഘവമില്ലാതെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന റെയിൽവേയുടെ ആ നടപടി വളരെ മോശമായ നടപടി. ആ സർവീസ് കായംകുളത്തേക്ക് നീട്ടിയാൽ അത്രയധികം യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പാതയായി മാറും. ന്യൂസ് ബ്യൂറോ, കായംകുളം. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കൊല്ലം ജില്ലാ കമ്മിറ്റി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. ദേശീയപാത 66-ന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകണമെന്ന കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയത്. കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത CR മഹേഷ് MLA പറഞ്ഞു. ദേശീയപാത 66-ന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ച് നേടിയെടുക്കാൻ പരമാവധി ശ്രമം നടത്തുമെന്ന് CR മഹേഷ് MLA പറഞ്ഞു. കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകണമെന്ന കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംഘടിപ്പിച്ച 2ാം ഘട്ട പ്രക്ഷോഭ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
UMC കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിജാം ബഷി അധ്യക്ഷത വഹിച്ചു. ആംസ്റ്റിൻ മെനൻ, റൂഷ പി കുമാർ, TK സദാശിവൻ, B രാജേന്ദ്രൻ, ഡോക്ടർ K രാമഭദ്രൻ, സുഭാഷ് ചന്ദ്രൻ, M സിദ്ദിഖ് മണ്ണാൻ്റെയ്യം, S ശംസുദ്ദീൻ വെളുത്തമണൽ, MB ഫൗസിയ തേവലക്കര, G ബാബുക്കുട്ടൻപിള്ള, ശ്രീകുമാർ വള്ളിക്കാവ്, ഹരികുമാർ ചേന്നങ്കര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. നൂർനാട് ആദിക്കാട്ടുകുളങ്ങരയിലാണ് സംഭവം. മുഖത്തും കാലിനും മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്റെ വാപ്പി ഇന്നലെ അവൾ എന്തോ മുടിക്ക് കുത്തി പിടിച്ചോണ്ട് പോയിരുന്നു. അതല്ല, ഇന്നലെ എന്നെ അമ്മ MSC എൽസ 3 കപ്പൽ അപകടം. കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട തുക നൽകാൻ കഴിയില്ലെന്ന് കമ്പനി. നായയെ പിടിക്കാനെത്തിയ പുലി വീടിനുള്ളിലേക്ക് ഓടിക്കയറി. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കലഞ്ഞൂർ പൂമരുതിക്കുഴിയിലായിരുന്നു സംഭവം. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. പത്തനാപുരം പിറവന്തൂരിലാണ് സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.